മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം പിറക്കുന്നത് വിതക്കാരൻ്റെ ഉപമ പറഞ്ഞുകൊണ്ടാണ്. അവൻ വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറമേൽ വീണു, ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഇപ്പോൾ യേശു തമ്പുരാൻ ഈ വചനം വിതയ്ക്കുമ്പോൾ ഈ വിത്തിനും സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് സംഭവിക്കുക. ചിലത് ഈ വചനം ഇന്ന് പ്രഭാതത്തിൽ നീ കേൾക്കുമ്പോൾ ചില നിലങ്ങൾ വഴിയരികിൽ വീണ വിത്ത് പോലെയാണ്. അത് പക്ഷികൾ തിന്നു തീർക്കും. ചിലത് മുൾച്ചെടികൾക്കിട വീണ ഞെരുങ്ങുന്ന അനുഭവത്തിൽ നിന്നാണ് ഈ വചനം കേൾക്കുന്നതെന്ന് തോന്നും. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. ചിലത് നല്ല നിലത്ത് വീണ അനുഭവത്തിലൂടെയാണ് ഈ വചനം കേൾക്കുന്നത്. ഈ വചനം ഇന്നും എത്രമാത്രം പ്രസക്തമാണെന്നറിയാമോ? ഇത് ഹൃദയമാണ് കാണിക്കുന്നത്. ഈ വചനത്തെ ഏത് തലത്തിലാണ് നീ സമീപിക്കുക? 4 തലങ്ങളെ കാണിക്കുകയാണ്. 4 രീതിയിൽ വചനത്തെ സമീപിച്ചവരുണ്ട്. മണ്ണ് ആഴമില്ലാതെ പാറപ്പുറത്താണോ വചനം വീണത്? വചനം വീണത് നിന്റെ ഹൃദയത്തിൻ്റെ വഴിയരികിലാണോ? അതോ വചനം ഞെരുങ്ങിയ അനുഭവത്തിലൂടെ പോകുന്നതിൻ്റെ ജീവിതത്തിലേക്കാണോ വചനം വീണത്? അതോ നിന്റെ ഹൃദയം ഒരുക്കപ്പെട്ടിരിക്കുന്ന നല്ല നിലത്തിലാണോ? ഉത്തരം നീ തന്നെ പറയുക. ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ, ഏതു തലത്തിലുള്ള ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ നിലത്തെ തിരിച്ചറിയണമെന്ന് ചുരുക്കം. ഒരുപക്ഷെ നല്ല നിലത്ത് വീണു വിത്ത് അത് 30, 60, 100 മടങ്ങ് ഫലം പുറപ്പെടുവിക്കുന്നു. ഫലം നൽകാതെ പോകുന്ന വിത്തുകളാണ് ജീവിതത്തിലുണ്ടെങ്കിൽ, വചനം കേട്ടിട്ടും വ്യത്യാസം വരുന്നില്ലെങ്കിൽ, ഉണങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ ആ ജീവിതത്തിലുണ്ടെങ്കിൽ, നല്ല നിലമാക്കാനുള്ള പരിശ്രമം ബോധപൂർവം ഈ പ്രഭാതത്തിൽ നമുക്ക് എടുത്താലോ? ആമേൻ.